മലപ്പുറത്ത് വിദ്യാഭ്യാസ വായ്പയ്ക്ക് ഹാജരാക്കിയ രേഖകൾ തിരികെ നൽകാതെ ബാങ്ക് അധികൃതർ. ചുങ്കത്തറ പഞ്ചായത്തിലെ എഴിമമുണ്ട സ്വദേശിനി റീന സാജുവാണ് പരാതിയുമായി രംഗത്തെത്തിയത്. മകളുടെ വിദ്യാഭ്യാസ വായ്പയ്ക്കായി കഴിഞ്ഞ ഒരു വർഷമായി ബാങ്കിൽ കയറിയിറങ്ങുകയാണ് ഇവർ. മലപ്പുറം എരുമമുണ്ട സ്വദേശിനി റീന സാജു മകളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കാണ് ഒരു വർഷം മുൻപ് SBI ചുങ്കത്തറ ശാഖയിൽ വായ്പയ്ക്കെത്തിയത്. BSc നഴ്സിംഗിന് പഠിക്കുന്ന മകൾക്ക് വിദ്യാഭ്യാസ വായ്പയ്ക്കായി അപേക്ഷ നൽകിയിരുന്നു. ബാങ്ക് മാനേജർ ഷറഫുദ്ദീൻ ആവശ്യപ്പെട്ട രേഖകളെല്ലാം ഹാജരാക്കിയെങ്കിലും സിവിൽ കുറവാണെന്ന് പറഞ്ഞ് വായ്പ നൽകുന്നത് നീട്ടിവെക്കുകയായിരുന്നു. ഇതിനിടെ റീന കളക്ടറെ സമീപിച്ചു. വായ്പ നൽകുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ കളക്ടർ നിർദ്ദേശിച്ച കത്ത് നൽകിയെങ്കിലും വായ്പ നൽകില്ലെന്ന നിലപാടാണ് ബാങ്ക് മാനേജർ സ്വീകരിച്ചതെന്ന് റീന സാജു പറയുന്നു. കളക്ടർ അളക്കം തന്ന രേഖ ഞാനിവിടെ കാണിച്ചു, എന്നാലും ഒരു പ്രശ്നമില്ല, എവിടെ വേണേലും പൊക്കോ, ലോൺ തരില്ലെന്നാണ് അയാൾ തീർപ്പ് പറയുന്നത്. വായ്പയ്ക്കായി സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും നടപടിയില്ല. വായ്പ വേണ്ടെന്ന് എഴുതി തന്നാൽ മാത്രമേ രേഖകൾ തിരിച്ചു നൽകൂവെന്ന് മാനേജർ പറഞ്ഞതായും റീന പറഞ്ഞു. ഇന്നലെ വന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് ലോൺ കിട്ടില്ല, നിങ്ങൾക്ക് ലോൺ വേണ്ടാന്നുള്ളത് ഒരു പേപ്പറിൽ ഞാൻ എഴുതി കൊടുക്കണമെന്നാണ് പറയണത്. ലോൺ പാസ്സാവുന്നില്ലെങ്കിൽ എൻ്റെ കൊടുത്ത പേപ്പർ തിരിച്ചു തരാൻ പറഞ്ഞിട്ട് അതും തരുന്നില്ല. കളക്ടറെ സമീപിച്ചു. അപ്പോൾ കളക്ടർ ഓർഡർ കിട്ടി. ആ പേപ്പറും കൊണ്ട് അവിടെ മലപ്പുറത്ത് ചെല്ലാനാണ് പറഞ്ഞു. ആ പേപ്പർ ചോദിച്ചിട്ട് മാനേജർ തരുന്നില്ല. അയാൾ ഭീഷണിപ്പെടുത്താണ് എന്നെ. വിദ്യാഭ്യാസ വായ്പ ബോധപൂർവം മാനേജർ നിരസിക്കുകയാണെന്നും രേഖകൾ തിരിച്ചു നൽകിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും റീന പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.